ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ കുമ്മാട്ടിൻ്റെ ഫൈനൽ 7ാമത്തെ ദിവസം. ഇന്നത്തോടുകൂടി പരിപാടിയെല്ലാം കഴിഞ്ഞുട്ടാ. അപ്പോൾ ഇന്ന് മൊത്തം എൻ്റെ കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും വരും. ഇന്ന് ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ 5ാം കുമ്മാട്ടിക്ക് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ബട്ട് അത് അൺഫോർച്ചുനേറ്റ്ലി മൂഞ്ചിപ്പോയി ഗൈസ്. അവിടെ എത്താൻ വൈകി. ബട്ട് ഇന്നെല്ലാം സെറ്റാക്കാം. ഇന്ന് ഫുൾ വ്ളോഗ് ആയിരിക്കും. ഇന്നെല്ലാം പറ്റുന്നതൊക്കെ വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. ഇന്ന് കുറേ പരിപാടി ഉണ്ടാവും. ഭയങ്കര തിരക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ഇന്ന് രാത്രി 12 മണിക്ക് കമ്പം കൊളുത്തലും പരിപാടികളും അങ്ങനെയൊക്കെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഇനി ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാം വരും. അതിനെ എല്ലാവരും കാണിക്കാം. ബൈ ഗായ്സ്. അപ്പോൾ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഇനി കുറേ പേരും കൂടെ വരാനുണ്ട്. ഇവരൊക്കെ ഫുൾ തിരക്കിലാണ്. കറിയും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. അച്ഛൻ എന്താ അവിടെ ഉണ്ട്. അച്ഛൻ എന്താ ഇവിടെ അച്ഛൻ അച്ഛൻ എന്താ അവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ അമ്മായി, ഇവിടെ ഫുൾ ചോറ്, അങ്ങനെ എല്ലാം സെറ്റപ്പ് പോവാണ്. ഇനി കുറെ പേരും കൂടെ വരാനുണ്ട്. അപ്പൊ എല്ലാരും വന്നു കഴിഞ്ഞിട്ട് എന്താ വെക്കണേ? ബീഫാണ്. ഇവിടെ ചോറായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അച്ഛൻ പുറത്ത് ബീഫ് വെക്കുന്നുണ്ട്. പായസം ഇവിടെ ഇതെന്തിന്റെയാണ്? പായസം. ഇതും പായസം. ഹായ് ഹായ്. ഈ കുട്ടിനെ നോക്കുന്ന നല്ല ഡോറ ബുജിനെ പോലെ ഇല്ലേ മുടി? നാണോ കേട്ടാ, സിൽക്കി ഹെയർ. ഹായ് പറ, ഹായ് പറ, ഹായ്. ഗൈസ്, ഇതൊക്കെ നമ്മുടെ കുട്ടി ടീംസ് ആണ്. എന്റെ ഗ്യാങ് ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ കസിൻസ് എല്ലാരും എത്തിയിട്ടുണ്ട്. ഈ ചെറുതൊന്നും കസിനല്ല, ഇതിന്റെയൊക്കെ മാമനൊക്കെ ആയിട്ട് വരും ഞങ്ങള്. അപ്പൊ ഓക്കെ, എല്ലാരും എത്തിയിട്ടുണ്ട്. ഇനി ഫുൾ കുമ്മാട്ടി വൈബാണ് അല്ലേ? നിന്റെ പേരെന്താ പറ? മേരി മിത്തറ. ഓക്കെ, ഇതാ ചെറിയ ടീംസ് എല്ലാരും ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട്. ജഗ്ഗു, കുഞ്ചേച്ചി, ശില്പ എല്ലാവരും ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ ചോറ്, ചിക്കൻ, ബീഫ്, പിന്നെ പായസം, ഇതാണ് ഉള്ളത് സ്പെഷ്യലായിട്ട്. അപ്പോൾ കഴിച്ചിട്ടാണോ ഗൈസ്? അപ്പോൾ നമ്മുടെ പിള്ളേർ മൊത്തം വന്നിട്ടുണ്ട്. ശിവ, വിഷ്ണു, അച്ചു, മനോജ് എല്ലാരും ഉണ്ട്. ജഗ്ഗു ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പൊ അങ്കു എല്ലാരും ഉണ്ട്. ഇനി നമുക്ക് നേരെ പരിപാടിക്ക് പോവാ. നമ്മൾ വടനിലെത്തിണ്ട്. എല്ലാരും ഓണാണ്. സാമ്പിൾ ഇട്ടാ ഇനി ബാക്കി അപ്പുറത്തേക്ക് കാണാൻ കിടക്കുന്നുണ്ടാവും. നമ്മുടെ പയ്യന്മാരൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ വടനിലെത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ബാക്കി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ പരിപാടി ഉണ്ടാവും. അതെല്ലാം കാണാട്ടാ ഗൈസ്. ഇവിടുത്തെ വെടിക്കെട്ടിന്റെ പന്തലൊക്കെ ഉണ്ട്. പക്ഷെ വെടിക്കെട്ട് അങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഷോകമായിരുന്നു. പ്രാവശ്യം നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ്. അപ്പൊ നമ്മള് വേറൊരു ദേശത്തേക്ക് ആനനെ കാണാൻ പോവാണ്. അവിടെ ഏതൊക്കെ ആനയെ വന്നിട്ടുണ്ട്? ശിവനെയും നമ്മുടെ വേറെ ടീംസിനൊക്കെ മിസ്സായിട്ടാ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ പോയിട്ട് ബാക്കി പോയ ആനനെ കാണാം. ഇവിടെയാണ് എല്ലാ പരിപാടിയും തുറന്നിട്ട് വന്നത്. നമ്മുടെ കുറെ ദൈവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ
നമുക്ക് നേരെ പോവാ. അവിടെയാണ് ആന. ഇവിടുന്ന് വേറെ കുറെ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി ആനനെയും എല്ലാം കാണാം. ഗൈസ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ. ഹായ് പറ. ഓക്കെ, നമ്മുടെ വേറെ കുറച്ച് പരിപാടികളെ കൂടി കാണിച്ചു തരാം. വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഇനി ആനകളൊക്കെ അവിടെ നിന്ന് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഒരു വണ്ടിയുണ്ട് കാളന്റെ. അതാ കൊടുമുടി. ഗൈസ്, ആന തന്നെ നിൽക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്നാണ്, ഈ അമ്പലത്തിൽ നിന്നാണ് ഈ ദേശത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങുക. അപ്പോൾ മറ്റേ ദേശത്തിന്റെ തുടങ്ങുന്നത് മഴോത്സവമില്ല. ഈ ദേശത്തു നിന്നാണ് ഇവിടുത്തെ ദേശത്തിന്റെ തുടങ്ങുക. അല്ല, ഈ അമ്പലത്തിൽ നിന്നാണ് ഈ ദേശത്തിന്റെ പരിപാടി തുടങ്ങുക. പിന്നെ ഒരു ചെറിയ കുമ്മാട്ടി, ഇന്ന് വലുതായിട്ട് കുമ്മാട്ടികളൊന്നുമില്ല. ഇന്നിങ്ങനെ പരിപാടികളൊക്കെ ആയിരിക്കും കൂടുതൽ. ചെണ്ട കൊട്ട്, ചെണ്ട കൊടുമുടി, ചെറിയ കുമ്മാട്ടിയേ ഉള്ളൂ. കൊടുമുടി ഗൈസ്, അപ്പൊ കൊടുമുടി വന്നിട്ടുണ്ട്. ഇതേതാണെന്ന് വെച്ചാൽ ഊട്ടോടെ അനന്തനും കൊടുമുടി മീനാട് വിനായകൻ. ഇഞ്ചുവട്ടെ 3 ആന, 3 മീനാനകളാട്ടോ. അതൊക്കെ പരിപാടിക്ക് എത്ര ഉള്ളു. നമ്മള് വേറെ ദേശത്തെ പരിപാടിക്ക് പോവാട്ടോ. എല്ലാവരും ഉണ്ട്. ശിവനെയും വടനൂർ ജംഗ്ഷനിലേക്ക് പോവാ. ശിവനെയും ബാക്കി പിള്ളേരൊക്കെ മിസ്സായി. ഇനി അവനെ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുന്ന് തുടങ്ങുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം അമ്പലം എത്തും. അപ്പൊ നമുക്ക് വടനൂരിൽ നിന്ന് തുടങ്ങുന്ന പരിപാടിക്ക് പോവാം. വൈകുന്നേരം വെടിക്കെട്ടും ഉണ്ട്. എല്ലാം കാണാം, സെറ്റാക്കാം. ഗൈസ്, നമ്മൾ അടുത്ത ദേശത്തിലെത്തിയിട്ടുണ്ട്. വടനൂരിൽ നിന്നുള്ള ദേശം കേട്ടാ. ഇവിടെ നിന്നാണ് DJയും പരിപാടികളൊക്കെ കൂടുതൽ ഇവിടെ നിന്നായിരിക്കും. ഇനി എല്ലാ 2 ദേശവും കൂടെ മന്നത്ത് അമ്പലം എത്തും. എന്നിട്ട് അവിടെ വെടിക്കെട്ട് പടിയായിരിക്കും, വടനൂരായിരിക്കും. മന്നത്ത് അമ്പലം എത്തിക്കഴിഞ്ഞാൽ ക്ലോസ് ആയി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത 2 വർഷം കഴിഞ്ഞാലേ കുമ്മാട്ടി ഉണ്ടാവും. സങ്കടം പിരിയുന്നു കൂട്ടുകാർ. നമ്മൾ വേണ്ടി പാട്ട് പാടി. ഈ DJയും കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടാ. ഇനി നേരെ നമുക്ക് അപ്പുറത്തെ പരിപാടിക്കാണ് പോകേണ്ടത്. നമ്മളങ്ങനെ ഈ ദേശം എത്തിയിട്ടാ. കിടമ്പ് വന്നിട്ട് മംഗലാംകുന്ന് ശരണയ്യപ്പൻ, ഇത് മംഗലാംകുന്ന് ഉമ്മയാമേശ്വരൻ, അപ്പുറത്ത് മംഗലാംകുന്ന് മുകുന്ദൻ. ഇവരെപ്പോഴും മംഗലാംകുന്ന് ആനനെ മാത്രമേ നടക്കുള്ളൂ. അവിടെ പിന്നെ ഫ്രണ്ടില് നമ്മുടെ പന്തല് പിന്നെ ലൈറ്റൊക്കെ ഇട്ട് ഇപ്പം സെറ്റായി. ലൈറ്റ് കാണിച്ചു തരാം കൂടുതൽ. ഇവിടെ പിന്നെ ആരും ഒരു ചെറിയ കുമ്മാറ്റേ ഉള്ളൂ കേട്ടോ. വേറെ വലിയ കുമ്മാറ്റം ഒന്നുമില്ല. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഇവിടെ ഇതാണ് പരിപാടി ഉള്ളത്. ഗൈസ്, ഇവിടെ ഫുള്ള് തിരക്കാണ്ട്. അവിടെ വരും. ഇതാ കണ്ടില്ലതാ, മൊത്തത്തിൽ തിരക്കാണ്. ഇപ്പുറത്തെ സൈഡ് പരിപാടി. ഇതിനൊക്കെ അവിടെ കണ്ട പരിചയമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോവാം. ഒരാളെ കണ്ട പോലെ ഉണ്ട്. ഇവരിനെ എവിടെ കണ്ട പോലെ ഉണ്ട്. ഗൈസ്, ഇതിനൊക്കെ നമ്മുടെ ഫാൻസാണ്. ഗൈസ്, നല്ല തിരക്കുണ്ട്. നല്ലോണം മഴ വരാൻ പോകുന്നുണ്ട്. കണ്ടില്ലേ, നല്ല മഴക്കാറായി. കുമ്മാട്ടി മഴ കൊണ്ടുപോകാന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. നോക്കി നോക്കാം എന്തായാലും. ഗൈസ്, നല്ല വെള്ളം നാക്കാം. അപ്പൊ ജീരസോടെ കുടിക്കാൻ ഇറങ്ങി. വിഷ്ണു വാങ്ങിച്ചോ. മഴ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയവര്. ഇതാ കണ്ട. അപ്പൊ സൗണ്ട് കേട്ടിട്ട് നമ്മൾ നേരെ ഇനി അവിടേക്ക് പോവാ. എല്ലാവരും ഉണ്ടോ? ഗൈസ്, അവിടെ പടക്കം പൊട്ടാൻ തുടങ്ങി. ഓടിക്കോ.
സാരത്തോടെ മഴ തന്നെ നിൽക്കുകയാണ്. മൂന്നാന ഞങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ഫുൾ മഴ. പിള്ളേരോണായി നിന്റെ ഷർട്ടേ ഊരി കെട്ടിട്ടാ. അത് ഷർട്ട് മഴ കൊണ്ടിട്ട് ഫുള്ള് നനഞ്ഞു. ഡിങ്കനാണ് ഫയർ, ഡിങ്കനാണ് ഫയർ. പിള്ളേരെല്ലാം ഓണായിട്ടാ. നമ്മുടെ ആ തീയൊക്കെ കൊണ്ടുള്ള സംഭവത്തില്ല. വിഷ്ണുവിന് ക്ഷീണിച്ചു ഡാൻസ് കളിക്കാതെ. ഞാൻ ശരിയും ഇവിടെ അവിടെ ഗൈസ് നമ്മൾ വണ്ടി വേഷം എത്തിയിരിക്കുകയാണ്. ശിവനും പാർവതിയൊക്കെ ഉണ്ട്. ഇവിടെ കൃഷ്ണൻ അപ്പുറത്തായാലും മുഴുവനാണ്. അല്ലല്ല ഇവിടെയാണ് ശിവൻ. ശിവൻ ഇവിടെയാണ്. ശിവ ഇവിടെയാണ്. നമ്മൾ അമ്പലത്തിരിക്കുകയാണ്. ഇവിടെ ഈ സ്ഥലമാണ്. അതിൽ 12 മണിക്ക് ശമ്പളം കൊടുത്തു കത്തിക്കും. 12 മണിക്ക് ഇപ്പോൾ 9:30 കൃഷ്ണ നല്ല ഓർക്കസ്റ്റണം. ഗായ്സ് നമ്മൾ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു വണ്ടി ഇവിടെ പെട്ടു. ട്രാജഡിയായി. ഗായ്സ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാട്ടാ. വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് കമ്പം കത്തിക്കുന്നത് കാണാൻ വരാം. പന്തലൊക്കെ ഉണ്ട, ലൈറ്റ് ഇട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഫുള്ള് ക്ഷീണിച്ചു. നമ്മുടെ പയ്യന്മാരൊക്കെ ഫ്രണ്ടിൽ നടന്നുണ്ട്. നമുക്കിനി നേരെ പോവാം. ഗായ്സ് നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. നേരെ ഫുഡ് കഴിച്ചിട്ട് കാണാം. അവിടെ വിഷ്ണു ഞാനിവിടെ ഉണ്ട്. ഹായ്. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണെങ്കിൽ മനോജ് നല്ലൊരു പാട്ട് പാടാൻ പോവാണ്. ഒക്കെ പാടിക്കോ. എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ മനോജ് ജയൻ തുടങ്ങി. ട്രൈ ചെയ്യാം. ബാക്കി അപ്പൊ മനോജ് പാടും. മലപ്പുറം നേർച്ചകൾ കാണുവാൻ പോകുമ്പോൾ സുന്ദരിയാമൊരു മൊഞ്ചത്തി പിന്നെ ഞാൻ വഞ്ചിയും കൊണ്ടങ്ങ് ഇക്കരയ്ക്കോ. താനിന താനിന്നം താനേ താനിന താനിന്യാനേ താനിന താനിന്നം താനേ താനിന താനിന്യാനേ. വഞ്ചിയിലുള്ളൊരു മങ്കയെ കണ്ടപ്പം ചൂളകം പാട്ടതു പാടിയേ. ചൂളകം പാട്ടതു കേട്ടൊരു നേരം തട്ടം കൊണ്ട് ആ മുഖം മൂടിയേ. താനിന താനിന്നം താനേ താനിന താനിന്യാനേ താനിന താനിന്നം താനം താനിന താനിന്യാനേ. പഞ്ചവർണ്ണ കിളിയേ നിന്നെ വഞ്ചിക്കുന്നോനല്ല ഞാനേ. വഞ്ചിക്കുന്ന ചില കൂട്ടരുമൊത്തുള്ള കൊഞ്ചിക്കളിയതു മാറ്റിടണേ. താനിന താനിന്നം താനേ താനിന താനിന്യാനേ താനിന താനിന്നം താനേ താനിന താനിന്യാനേ. പണ്ടു പരമേശൻ പാർവതി താനുമായി കൈലാസവന്മല തന്മുകളിൽ ഒന്നിച്ചു ബാലകന്മാരുമായി ഓരോരോ ഇലകൾ പൂണ്ടു വസിക്കും കാലം. തന്നാനേ നാരാനേ തന്നാനേ നാരാനേ തന്നാനേ നാരാനേ താനേ നന്നാ തന്നാനേ
തന്നാനെ നാനാനെ തന്നാനെ നാനാനെ താനേ നന്നാ. അന്നൊരു നാളിലായി നാരദ മാമുനി വാഴപ്പഴക്കണി കാഴ്ച വച്ചു. വാഴപ്പഴം കണ്ടിട്ടുണ്ണികളിരുവരും തമ്മിൽ പറഞ്ഞു പിണങ്ങിടുന്നു. തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ താനേ നന്നാ. തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ താനേ നന്നാ. പകുതി എനിക്കെന്നും പകുതി നിനക്കെന്നും തമ്മിൽ പറഞ്ഞു പിണക്ക മോളെ. അന്നതു കേട്ടപ്പോൾ അച്ഛനരുൾ ചെയ്തു ഉണ്ണികളാരും പിണങ്ങിടേണ്ട. തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ താനേ നന്നാ. ഗൈസ് അപ്പൊ നമ്മള് കമ്പം കൊളുത്താൻ എത്തി അല്ലേ? അതെ അതെ. ഇനി നേരെ അവിടെ പോവാ കമ്പം കൊളുത്താ. 12 മണിക്കാ കൊളുത്തുന്നത്, ഇപ്പൊ ഒരു 11 കാലായി. ഇനി നേരെ പോവാ കമ്പം കൊളുത്തിട്ട് ബാക്കി അവിടത്തെ കാണാം. ബാക്കി എല്ലാരും പുറകെ വരുന്നുണ്ടാ. ഗൈസ് നമ്മൾ എത്താൻ കുറച്ച് വൈകിട്ടാ. നമ്മൾ കറക്റ്റ് ടൈമിങ്ങിനെ എത്തി, അതുകൊണ്ട് കാണാൻ പറ്റും. ഗൈസ് നമ്മൾ കറക്റ്റ് ടൈമിങ് നോക്കി വന്നാണ്, പക്ഷെ പണി പാളി കൊളുത്തി കഴിഞ്ഞു. എല്ലാവരും തിരിച്ചു പോകണം. അതായത് നമ്മൾ വന്നതിൽ കുറച്ച് കാണാൻ പറ്റി, എന്തായാലും കുറച്ചെങ്കിലും കണ്ടു. ഗൈസ് ഈ സാധനമാണ് കൊളുത്തിയത്. ഇപ്പോൾ അല്ലെങ്കിലൊക്കെ കൊളുത്തുമ്പോൾ ഫുൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നതാണ്. ഇന്ന് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് 12 മണി വന്നിട്ടും കൊളുത്തി കഴിഞ്ഞു. കൊളുത്തി ടൈമിങ്ങിന് തന്നെ എത്തി. ഗൈസ് ഇനി ഇതായി കഥന പൊട്ടിക്കാൻ പോകണം. ഇതും കൂടി പൊട്ടിച്ച് തന്നെ പരിപാടി കഴിഞ്ഞു. ഇനി 3 മണിക്ക് ചിലപ്പോഴേ ഞങ്ങൾ വരുള്ളൂ, നോക്കാം. ഗൈസ് ഇവിടെ ഇയാള് മരുന്നിടുന്നുണ്ട് ഇപ്പൊ കൊളുത്താനായി. ഇപ്പൊ ടീയാണല്ലേ അയാൾ കൊടുത്തു. ഓ കുളിച്ചില്ല. കുമ്മാട്ടികൾ കണ്ട, ഇതെല്ലാ ദേശത്തിന്റെ കുമ്മാട്ടികളും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. ചെക്കു വിഷ്ണു ഗേറ്റ് തുറക്കണം, സൗണ്ട് ഉണ്ടാക്കാണ്ട്. മെല്ലെ പോ. ആ നായി കുറയ്ക്കും തോന്നുന്നുണ്ട് എനിക്ക്. മതി അങ്ങനെ മതി. കുറച്ചും കൂടെ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് സ്റ്റാർട്ടാക്കുക, നേരെ പോവാ. ഗൈസ് ഇനി നമുക്ക് പോവാ, സ്റ്റാർട്ടാക്കിട്ട് വിട്ടോ ഒന്നും നോക്കാനില്ല. സെറ്റ് എല്ലാം ഓക്കെയാണ് ഗൈസ്. ഗൈസ് അപ്പൊ നമ്മൾ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിന് നേരെ അമ്പലത്തേക്ക്. നമ്മൾ മാത്രമല്ല കേട്ടോ, അങ്ങനെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് കാണാൻ. നമ്മൾ നൈസിൽ ഓടി വന്നു. വിഷ്ണു ഉറക്കത്തിന് അടിച്ചിട്ട് ഓടിയതാണ്. നമ്മൾ ഇവിടെ എത്തി സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇതാ വിഷ്ണു, ജഗ്ഗു കമ്പത്തിൻ്റെ അടുത്ത് തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഇരിക്കുക. ഇതാണ് ഇനി കൊളുത്താൻ പോകണം. എത്ര മണിക്ക് കൊളുത്തൊന്നും അറിയില്ല, പരിപാടികളൊന്നും എത്തിയിട്ടില്ല. ഞാൻ വരും പറയുന്നുണ്ട്. ഓട്ടം സെറ്റ് ചെയ്യാൻ കുറേ പേര് മേലെ കയറിയിട്ടുണ്ട്. ഇപ്പൊ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊളുത്ത് തന്നെ. എന്തൊക്കെ പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിതാ
പോസ് ഇട്ടുള്ള ഗൈസ് വരുന്നതാണ് പോസ്. ഗൈസ് അടുത്താനെ എത്തിയിട്ടുണ്ട്. ബാക്കി 2 അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെതാ ഏതാ പറ വിഷ്ണു മണത്ത് പറഞ്ഞു. അതിലാണ് നോക്കട്ടെ അതന്നെയാണോന്ന്. വരുന്നില്ല. കമോൺ. ൂത്തോളി അനന്തൻ എന്താ ഓടുന്നു ഞാനല്ലേ. സാധനങ്ങളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്. നെറ്റിപ്പട്ടൊക്കെ എത്തിയിട്ട് ഇവിടെ തുടങ്ങിയിട്ടില്ല പരിപാടി. ഗൈസ് ഇവിടെ സെറ്റപ്പ് ആക്കി എല്ലാ ലൈറ്റും ഓഫ് ആക്കി ഇനിയും കൊളുത്താൻ പോകണം. അമ്പലം ഇവിടെ ഇന്ന് ഈ പൊതു വന്നതിന് അവിടെ കൊളുത്താൻ പോകുന്നത്. ഈ കൂട്ടിട്ട് കൊടുക്കുന്നത് ആളെ കൊണ്ട് കൊടുക്കാം. ഓക്കെ ഏതാ കൈകളക്കി ഇതടുത്ത് പൊട്ടാൻ നിൽക്കുന്നുട്ടാ. ഏതാ തീരെ തരാം അല്ലേ, ഒന്നും പറയല്ല. കറക്റ്റാ കിട്ടിയില്ലേ? കറക്കാൻ തുടങ്ങി. ഗൈസ് അപ്പൊ പരിപാടി കഴിഞ്ഞു. കറങ്ങി മേളിൽ എന്തോ ഒരു തീ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞു പരിപാടി. ഓക്കെ ഇതല്ല നല്ല സെറ്റപ്പട വെച്ചിട്ടുണ്ട് വരും. പടക്ക് പഠിക്കണോ? ഞാൻ റോക്കറ്റ് പോലെ മാറിക്കോ. ഇവിടെ വരുമോ? അത് അങ്ങോട്ടൊന്ന് പോവാനുണ്ട് തോന്നുന്നു അല്ലേ? അങ്ങനത്തെയാണ് ബാക്കിയൊക്കെ പോയത്. വീണ്ടും സെറ്റപ്പ് ആയിട്ടാ. ഇത് ഫസ്റ്റായി. ഇതാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കറക്റ്റ് സെറ്റപ്പോടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെറ്റായി.
ലൈറ്റ് കളിച്ചു നമുക്ക് നേരെ പോവാം ഗൈസ്. ബൈ. ഇത് നേരെ പോവാ. നമുക്ക് നേരെ വീട്ടിൽ പോവാ ഇപ്രാവശ്യത്തെ കുമ്മാട്ടി അവസാനിച്ചു. ഗൈസ്. അങ്ങനെ കുമ്മാട്ടി കഴിഞ്ഞു. 7 ദിവസത്തെ പരിപാടി കഴിഞ്ഞു. കുമ്മാട്ടി കളറായിട്ടാ ലാസ്റ്റത്തെ ഇതൊക്കെ. ഇനി കുമ്മാട്ടി വരണമെങ്കിൽ ഇനി 2 വർഷം കഴിയണം. ഇനി 2 വർഷം വെയിറ്റ് ചെയ്തിരിക്കണം നമുക്ക് ബാക്കി. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങള് തിരിച്ച് വന്ന പോലെ സൈലന്റ് ആയി സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് തിരിച്ചു പോകണം. എന്നിട്ട് വണ്ടിയൊക്കെ വെക്കണം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുമ്മാട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.